ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എന്താണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഐ വിൽ ഷോ യു ഹൗ ഡു ഐ ഡു മൈ മോർണിംഗ് സ്കിൻ കെയർ. ഒരു 5 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് 5 സ്റ്റെപ്സ് കഴിയുമ്പോൾ പിന്നെ തീരും. അപ്പോൾ നമുക്ക് ഏതായാലും അപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ഒരു ക്ലെൻസർ ഉപയോഗിക്കണം. ഓക്കെ, ക്ലെൻസറിന് ഞാനിവിടെ എടുക്കുന്നത് സെറ്റാഫിൽഡിൻ്റെ ക്ലെൻസറാണ്. കണ്ടോ, സെറ്റാഫിൽ. ഇത് ഡെയിലി ഫേഷ്യൽ ക്ലെൻസർ പോലത്തെ കോമ്പിനേഷൻ ടു ഓയിലി ആൻഡ് സെൻസിറ്റീവ് സ്കിന്നിനുള്ളതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മാർക്കറ്റ്സിൽ കുറേ ക്ലെൻസേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതാണോ താല്പര്യം, നമ്മുടെ സ്കിന്നിന് ഏതാണോ ചേരുന്നത് വെച്ചാൽ അത് നോക്കി വാങ്ങിച്ച് അത് ഉപയോഗിക്കുക. ഓക്കെ, സോ നമുക്ക് ഏതായാലും മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹായ്, ഞാൻ ക്ലെൻസർ ഉപയോഗിക്കുകയാണ്. ആദ്യം നമ്മുടെ മുഖം ഒന്ന് കുറച്ച് നനയ്ക്കണം കേട്ടോ. നനച്ചിട്ട് കുറച്ചെടുക്കുക. കുറച്ചെടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഏരിയസിലൊക്കെ നമ്മൾ ഓക്കെ, അപ്പോൾ ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നമ്മൾ ടവൽ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പാറ്ററൈസ് ചെയ്യുക. ഒരുപാടിട്ട് ഇങ്ങനെ നനവ് കുറച്ച് വേണം മുഖത്ത്. ഒരുപാട് അത് ഡ്രൈ ആക്കണ്ട. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ ക്ലെൻസർ ഇട്ട് വാഷ് ചെയ്തല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ടോണർ ഉപയോഗിക്കാം. ഇത് കണ്ടോ, പ്ലമ്മിൻ്റെ നിയാസിനമൈഡിൻ്റെ ടോണറാണ്. റൈസ് ആൻഡ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ടോണർ വിത്ത് ടൈറ്റൻസ് പോർസ് ബ്രൈറ്റൻസ് ദ സ്കിൻ വിത്ത് ഓട്ട് എക്സ്ട്രാക്ട്. അപ്പോൾ നമുക്കിത് ഇച്ചിരി നമ്മുടെ മുഖം ഇച്ചിരി നനവ് വേണം കേട്ടോ. മുഖത്തിന് അങ്ങനെയാണെന്ന് തോന്നുന്നു. മുഖത്തിന് ഇച്ചിരി ഒരു നനവോടെ വേണം നമ്മൾ ഇത് സ്പ്രേ ചെയ്യാൻ. എൻ്റെ ഇവിടെ ഇരിക്കും. കണ്ണടച്ച് ഓക്കെ. അപ്പോൾ നൈസിനിമേഡ് ടോണർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഹൈഡ്രേറ്റ് ചെയ്യാനും നമ്മുടെ സ്കിൻ ബാരിയറിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഹെൽപ്പ് ടു റിഡ്യൂസ് ദ അപ്പിയറൻസ് ഓഫ് പോർസ്, അതായത് ലാർജ് പോർസ് നമ്മളുടെ സ്കിന്നിലുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. സോ ആൻഡ് കീപ് ദ ആക്നി ഇൻ ചെക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോണർ കുറച്ച് നേരം ഉപയോഗിച്ചിട്ട് നിയാസിനമൈഡിൻ്റെ ടോണറാണ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലേക്കൊന്ന് പിടിക്കണം. ഒരുപാട് അങ്ങോട്ട് നമ്മൾ സ്പ്രേ ചെയ്യാൻ പാടില്ല. അത്യാവശ്യം ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് ടോണറൊക്കെ നമുക്ക് ദിവസവും 2 പ്രാവശ്യം ഉപയോഗിക്കാമെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഇപ്പം നൈറ്റ് ടൈമിൽ നമ്മൾ വേറൊരു ആക്റ്റീവ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ സാലിസിക് ആസിഡോ റെറ്റിനോളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ആക്റ്റീവ് സിറത്തിൻ്റെയൊക്കെ അതായത് കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് ഞാനത് വേറൊരു വീഡിയോ പറയാം. ഇപ്പോൾ നമുക്ക് മോർണിംഗ് സ്കിൻ കെയർ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ വേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോണർ ഏതായാലും ഡ്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ എൻ്റെ ടോണർ ഒന്ന് ഡ്രൈ ഔട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സിറം നമുക്ക് ഉപയോഗിക്കാം.
അത് രാവിലെ വിറ്റമിൻ സി സിറമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വിറ്റമിൻ സിയുടെ പ്ലമ്മിൻ്റെയാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, കാരണം ഞാൻ നിയാസിനമൈഡിൻ്റെ ടോണർ ഇട്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിയാസിനമൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിറ്റമിൻ സി ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. അവിടെ ആംബുലൻസ് പോയതിന് ശബ്ദമുണ്ട്, സോറി. അപ്പോൾ വിറ്റമിൻ സിയും നിയാസിനും ഒന്നിച്ച് ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഉണ്ട്. നമ്മൾ ആക്റ്റീവ്സ് 2 കൂടെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും അലർജി പോലെ വരുവാണെങ്കിൽ പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നിയാസിനമൈഡ് ടോണർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു സിറം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വിറ്റമിൻ സിയുടെ സിറം ഉപയോഗിക്കാം. ഇത് കഴിഞ്ഞിട്ട് വിറ്റമിൻ സിയുടെ സിറം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, മോയ്സ്ചറൈസർ ചെയ്തിട്ട് സൺസ്ക്രീനും ലാസ്റ്റിൽ അപ്ലൈ ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമ്മൾ വെയിലത്തോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കിൻ ഡാമേജ് ആവും. അപ്പോൾ വിറ്റമിൻ സി സിറത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ മോയ്സ്ചറൈസും സൺസ്ക്രീനും ഉപയോഗിച്ചിരിക്കണം. ഓക്കെ, അതിപ്പോൾ ഏത് ആക്റ്റീവ് ആണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ രാത്രിയിലാണ് നമുക്ക് ഈ ആക്റ്റീവ് സിറംസ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ കിടക്കുകയല്ല ചെയ്തത്, വേറെ വെളിയിലോട്ടൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാത്രി നമുക്ക് സൺസ്ക്രീനൊന്നും ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാവിലെ നമ്മൾ എന്തെങ്കിലും ഒരു ആക്റ്റീവ് സാലിസിക് ആസിഡോ റെറ്റിനോളൊക്കെ നമ്മൾ രാത്രിയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ സാലിസിക്കോ അല്ലെങ്കിൽ വിറ്റമിൻ സിയോ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു മോയ്സ്ചർ ചെയ്തിട്ട് ഒരു സൺസ്ക്രീനൂടെ ഇട്ട് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇനി ഞാനപ്പോൾ സിറം ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ സിറം ഉപയോഗിക്കാതെ ഞാൻ അടുത്തതിന് മോയ്സ്ചറൈസ് ചെയ്യാൻ പോകണം. അത് ഞാൻ ഇവിടെ എടുക്കുന്നത് സെറ്റാഫിൽഡ് മോയ്സ്ചറൈസറാണ്. ഓക്കെ, സെറ്റാഫിൽഡിന് മോയ്സ്ചറൈസർ ആവശ്യത്തിന് എടുത്താൽ മതി, ഒരുപാടൊന്നും എടുത്തിട്ട് നമ്മൾ കുളവാക്കരുത്. അപ്പോൾ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിലെ നമ്മുടെ ഹൈ പോയിൻസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം എന്തൊരു ചൂടാണെന്നറിയാം. പക്ഷെ ചൂടുണ്ടെങ്കിലും തന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സൺസ്ക്രീൻ ഞാനിവിടെ എടുക്കുന്നത് ഡെർമാക്കോയുടെ ഒരു സൺസ്ക്രീനാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സൺസ്ക്രീൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കണം കേട്ടോ. കാരണം മോർണിംഗ് സ്കിൻ കെയറിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. നൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ മോർണിംഗിൽ നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങത്തില്ല അധികം. അപ്പോൾ അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. കുറച്ചെടുത്താൽ മതി. അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ വിറ്റമിൻ സി ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിറ്റമിൻ സി സിറം ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു സൺസ്ക്രീൻ ഇട്ടേ പറ്റൂ കേട്ടോ. അല്ലാതെ നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ്. അത് ഞാൻ പറയണ്ടല്ലോ, എന്തായിരിക്കും അത്? ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നുമില്ല, ഒരു ലിപ് ബാമാണ്. അപ്പോൾ ഞാനിവിടെ 2 ലിപ് ബാം എടുത്തിട്ടുണ്ട്. ഒരെണ്ണം സെബാമെഡിൻ്റെ ലിപ് ബാമും പിന്നെ ഒരെണ്ണം വിൽവയുടെ ലിപ് ബാമും. അപ്പോൾ നമുക്ക്
വിൽവയുടെ ലിപ് ബാം ഉപയോഗിക്കും കേട്ടോ. വിൽവ. അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റ് സ്റ്റെപ്പ്. ലിപ് ബാം. ഞാനിപ്പം ലിപ്സ്റ്റിക്കൊന്നും അധികം ഉപയോഗിക്കാറില്ല, അപ്പം ലിപ് ബാമാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പം ലിപ്സ്റ്റിക്കൊക്കെ ലിപ്സ്റ്റിക്ക് ചീത്തയാണെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചുണ്ടിന് അത് ഡാമേജ് ആണ്. അപ്പോൾ അത്യാവശ്യം മോയ്സ്ചറൈസൊക്കെ ചെയ്തിട്ടിരിക്കുക ലിപ്സ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ഫൈനൽ സ്കിൻ കെയർ റുട്ടീൻ, ഐ മീൻ സ്റ്റെപ്പ്, സോറി റുട്ടീൻ അല്ല സ്റ്റെപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സ്കിൻ ഇരിക്കുന്നത്. അവസാനം നല്ല മോയ്സ്ചറാണ്. അവസാനം വരുന്ന ലിപ് ബാം എന്തെങ്കിലും ബാക്കിയാണെങ്കിൽ ഞാൻ കണ്ണിൻ്റെ ഇവിടെ ആയിട്ട് ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. കുഴപ്പമില്ല, അങ്ങനെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ കണ്ണിൻ്റെ ഇവിടെ മുകളിലായിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. സോ ഹോപ്പ് യു എൻജോയ്ഡ് മൈ വ്ളോഗ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. ഓക്കെ, സോ ഇങ്ങനെയാണ് അവസാനം ഇരിക്കുന്ന എൻ്റെ ഫേസ്. ഒരു പ്രാവശ്യം കാണിച്ചില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയേ ഉള്ളൂ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ അടുത്ത ദിവസം നമ്മൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോഴേക്കും എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ, സോ അടുത്ത ദിവസം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.